ഹായ് ഗൈസ്, എല്ലാവർക്കും വണക്കം. എല്ലാവർക്കും എൻ്റെ ഉത്രാട ദിന ആശംസകൾ. ഇന്ന് നിങ്ങൾ എല്ലാവരും പത്രം നോക്കുക, പത്രം വായിച്ചോ? അതിൽ നിങ്ങളൊരു ന്യൂസ് കണ്ടോ? കറണ്ട് ബില്ല് പൊള്ളും എന്നൊരു ന്യൂസ്. എന്താണിതിങ്ങനെ? എന്താത് അടിക്കടി കറണ്ട് ബില്ല് വർദ്ധിപ്പിക്കണേ? മീറ്റർ വാടക അത് ഇതെല്ലാം പറഞ്ഞ് നമ്മളിന്ന് ചാർജ് ഈടാക്കുന്നുണ്ട്. എനർജി ചാർജ്, സർവീസ് ചാർജ് അത് ഇതെല്ലാം പറഞ്ഞ് മീറ്റർ വാടക എല്ലാം പറഞ്ഞ് നമ്മളിന്ന് ഈടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ഒരു വർദ്ധിപ്പിക്കൽ, ഒന്നും കൂടെ കറണ്ട് ബില്ല് വർദ്ധിപ്പിക്കണം. എന്ത് ചെയ്യാം? ഈ സാധാരണക്കാരൊക്കെ പെട്ടുപോലും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇതെന്താ ഇങ്ങനെ? നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഇങ്ങനെ വല്ലാത്ത കറണ്ട് ബില്ലുണ്ട്. ഇത് കൂട്ടരുത്, ദൈവത്തെ ഓർത്ത് സർക്കാർ തന്നു. ഇത് ഈ കറണ്ട് ബില്ല് ഒരു നിശ്ചിത രൂപയാക്കി തരണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അങ്ങനെ ഒരു നിശ്ചിത എമൗണ്ട് എല്ലാവർക്കും അങ്ങനെ ആക്കി തന്ന ഒരുപാട് ഗുണമാവില്ലേ? എത്ര സാധാരണക്കാർ രക്ഷപ്പെടും. ഇതൊക്കെ ഒരു വീടും കാര്യമില്ലാത്ത ആളുകൾക്ക് എന്തെല്ലാം ബില്ലുകൾ, എത്ര ബില്ലാണ് വരുന്നത്? ഭീമമായ ബില്ലൊക്കെ വരുന്നുണ്ട്. ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അതൊക്കെ കഷ്ടമാണ്. അപ്പോൾ KSEB ഒന്ന് ഇതിൻ്റെ അധികാരികൾ ആരാണോ ഒന്ന് കുറച്ച് തരണം കേട്ടോ, ഒരു അപേക്ഷയാണ്. അപ്പം വീണ്ടും